إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قل نار جهنم أشد حرا لو كانوا يفقهون സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് തഖ്വയുള്ള ആളുകളായി ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാനും അങ്ങനെ അള്ളാഹുവിൻ്റെ മഹനീയമായ സ്വർഗം നേടിയെടുക്കുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, പുറത്ത് നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ AC-ക്കകത്ത് ഇരിക്കാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥ ഇപ്പോഴുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പരമാവധി ആളുകൾ AC ഉള്ള ഹാളിലേക്ക് ഇരുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒന്ന് സഹകരിക്കുക. ആ സഹകരണത്തിനും പ്രതിഫലമുണ്ട് എന്ന് നാം തിരിച്ചറിയുക. സഹോദരന്മാരെ, സഹോദരിമാരെ, രണ്ടു ആളുകൾ ഒരുമിച്ചിരുന്നാൽ ഇന്ന് നടക്കുന്ന ചർച്ച ചൂടിനെ കുറിച്ചാണ്. ഏതൊരു ചർച്ച തുടങ്ങുന്നതും ചൂടെന്ന ചർച്ച തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അവിടെയും നടക്കുന്ന ചർച്ച ചൂടുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്ഥാപനത്തിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും നമ്മുടെ വീട്ടിലുമൊക്കെ ആ ഒരു ചർച്ച ശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ചൂടിനെ ഇല്ലാതാക്കാൻ കഴിയും എന്ന നിലക്ക് പല പരിശ്രമങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. അത് കുറക്കുവാൻ, ലഘൂകരിക്കുവാൻ, ആ ചൂടിനെ ഇല്ലാതാക്കാൻ എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചർച്ച നടത്തി ഒരുപാട് കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. AC-യും ഫാനും കൂളറുമൊക്കെ സെറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ രാത്രി ഉറക്കത്തിന് പ്രയാസമുള്ളത് കൊണ്ട് ഒരല്പം വൈകി ഉറങ്ങാൻ ശ്രമിക്കുന്നു. തുറസ്സായ സ്ഥലങ്ങളിൽ ഇരിക്കാൻ പരിശ്രമിക്കുന്നു. കൂടുതൽ സമയം കുളിക്കുകയും ഉച്ച സമയത്ത് പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കുകയും വാഹനത്തിലും സ്ഥാപനങ്ങളിലുമൊക്കെ മുഴുവൻ സമയത്തും AC ഓൺ ചെയ്യുകയും ജോലി സമയങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്ത് എങ്ങനെ ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാം, എങ്ങനെ ഈ ചൂടൊന്ന് കുറക്കുവാൻ കഴിയും എന്ന ചർച്ചയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. ഏതൊരു കാര്യത്തിലും വിശ്വാസികൾ എന്ന നിലക്ക് ഏതൊരു കാര്യമുണ്ടാകുമ്പോഴും അതിൽ ചില പാഠങ്ങൾ
ചില ഗുണപാഠങ്ങൾ, ചില ചിന്തകൾ വിശ്വാസികളുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ശക്തമായ ചൂടുണ്ടാകുമ്പോഴും അതിൽ ചില ഗുണപാഠങ്ങളും ചിന്തകളും ഉണ്ട്. ശക്തമായ കാറ്റുണ്ടാകുമ്പോൾ, വലിയ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, അങ്ങനെ തുടങ്ങിയ ഏതു കാര്യങ്ങളും അത് കേവലം പ്രശ്നങ്ങളായി മാത്രം ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുകയല്ല വിശ്വാസികൾ ചെയ്യേണ്ടത്. നേരെ മറിച്ച് ഓരോ പ്രശ്നത്തിലും വിശ്വാസികൾക്ക് ചില ഗുണപാഠങ്ങളുണ്ട്. അത് മനസ്സിലാക്കാനും അത് ചിന്തിക്കാനും ശേഷം അതിൽ നിന്നും ഏറ്റവും നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അത് ചൂടിന്റെ വിഷയത്തിലും ചില പാഠങ്ങളും ചില ചിന്തകളും ഉണ്ട് എന്നാണ് ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളുമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്നാമതായി കൊണ്ട് നാം തിരിച്ചറിയേണ്ടത് കാലാവസ്ഥ തീരുമാനിക്കുന്നത് ലോകത്തെ സൃഷ്ടിച്ച സട്ടാവാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ കാലത്തെ ചീത്ത പറയാനോ കുറ്റപ്പെടുത്താനോ നമുക്ക് അവകാശമില്ല, അത് പാടില്ല ഇസ്ലാമിൽ എന്ന് നാം തിരിച്ചറിയണം. കാലത്തെ ചീത്ത പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു ദഹർ, നിങ്ങൾ കാലത്തെ ചീത്ത പറയാൻ പാടില്ല. ഫഇന്നല്ലാഹ ഹുവദ്ദഹർ, തീർച്ചയായും അല്ലാഹുവാണ് കാലം. എത്ര കൃത്യമായിട്ടാണ് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു കാലഘട്ടത്തെയും കാലക്കേട് എന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പദം ഉപയോഗിച്ചുകൊണ്ട് ഈ കാലം, ഈ സമയം മോശമാണ് എന്ന് പറയുക വിശ്വാസികൾക്ക് യോജിച്ചതല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ചൂടുകാലമാണെങ്കിലും അത് തണുപ്പിന്റെ കാലമാണെങ്കിലും എത്ര വലിയ കഷ്ടപ്പാടുള്ള, എത്ര വലിയ പ്രയാസങ്ങളുള്ള സമയമാണെങ്കിലും അവിടെയൊക്കെ കാലത്തെ ചീത്ത പറയാതിരിക്കുക എന്നത് വിശ്വാസികൾ ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്ത് ഈ സമയത്ത് നിർവഹിക്കാൻ കഴിയുന്ന കാര്യം? ഈ സമയത്ത് ചെയ്യേണ്ട രണ്ടു കാര്യങ്ങൾ: ഒന്ന്, അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയും അതേപോലെ തന്നെ അള്ളാഹുവിനോട് നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാ. ശക്തമായ കാറ്റ് വീശുമ്പോൾ ചെയ്യാൻ പഠിപ്പിച്ചതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർരീഹു മിൻ റൗഹില്ലാ യഅതി ബിർറഹ്മതി വതഅതി ബിൽ അദാബ് ഫഇദാ റഅയ്തുമൂഹാ ഫലാ തസുബ്ബൂഹാ. കാറ്റ് എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ചിലപ്പോൾ അത് റഹ്മത്തും കൊണ്ടുവരും, ചിലപ്പോൾ അത് കാരുണ്യം കൊണ്ടുവരും, മറ്റു ചിലപ്പോൾ അത് ശിക്ഷയായും വരും. അതുകൊണ്ട് ഫഇദാ റഅയ്തുമൂഹാ, നിങ്ങൾ അതിനെ കണ്ടാൽ ഫലാ തസുബ്ബൂഹാ, നിങ്ങൾ അതിനെ ചീത്ത പറയാൻ പാടില്ല. വസലുല്ലാഹ ഖൈറഹാ, നിങ്ങൾ അതിൽ നിന്നൊരു ഖൈറിനെ ചോദിക്കണം. അതേപോലെ തന്നെ വസ്തഈനു ബില്ലാഹി മിൻ ശർരിഹാ, അതിൽ നിന്നുള്ള ഷർറിൽ നിന്ന്, അതിൻ്റെ തിന്മയിൽ നിന്ന്, അതിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു പ്രാർത്ഥന, രണ്ട് പ്രാർത്ഥനകൾ ഹദീസുകളിൽ കാണാൻ കഴിയും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഅഊദു ബിക മിൻ ശർരിഹാ, അള്ളാഹുവേ ഇതിൽ നിന്നുള്ള ഖൈറിനെ നീ എനിക്ക് നൽകണേ, ഇതിൽ നിന്നുള്ള ഷർറിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. മറ്റൊരു പ്രാർത്ഥന വന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ഫീഹാ വഖൈറ മാ ഉർസിലതു ബിഹി, അല്ലാഹുവേ ഇതിൽ നിന്നുള്ള ഖൈറ്, ഇതിൽ അടങ്ങിയിട്ടുള്ള ഖൈറ്, ഇതിനയക്കാനുണ്ടായിരുന്ന ഖൈറ്, എല്ലാ ഖൈറിനെയും എനിക്ക് നൽകണേ. അതേപോലെ തന്നെ വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഫീഹാ വശർരി മാ ഉർസിലതു ബിഹി, അല്ലാഹുവേ ഇതിൻ്റെ എല്ലാവിധത്തിലുള്ള ഷർറിൽ നിന്നും എനിക്ക് രക്ഷ നൽകണേ എന്ന് പ്രാർത്ഥിക്കാനാണ് അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചത്. കാറ്റുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും, പ്രത്യേകിച്ച് ചൂടും അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ രണ്ടു കാര്യങ്ങളാണ് നമ്മളും ചോദിക്കേണ്ടത്. അതിലുള്ള ഖൈറുണ്ടെങ്കിൽ അല്ലാഹുവേ നൽകണേ, ഇതിൽ വല്ല ഷർറുമുണ്ടെങ്കിൽ, ഇതിൽ വല്ല പ്രശ്നങ്ങളുമുണ്ടെങ്കിൽ അതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയും ചെയ്യുന്നു എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എന്തൊരു ചൂട് എന്ന് പറഞ്ഞ് ചർച്ച അവസാനിപ്പിക്കുന്നതിനപ്പുറം അത്തരം ചൂടിനെതിരെ ഈ രീതിയിലുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ എന്തൊരു ചൂട് എന്ന് പറഞ്ഞ് ചർച്ച അവസാനിപ്പിക്കുന്നതിനപ്പുറം ആ ചൂടിന്റെ യഥാർത്ഥ ഉറവിടത്തെ ചിന്തിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിന്റെ ചൂടിനെ കുറിച്ച് പറഞ്ഞത് ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, അത് നരകത്തിന്റെ
നരകത്തിന്റെ ഒരു ഇരമ്പലിൽപ്പെട്ടതാണ് ഈ ദുനിയാവിന്റെ ശക്തമായ ചൂട് എന്നത്. നരകത്തിന്റെ ചൂടിന്റെ ഒരു അംശമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ശക്തമായ ചൂട് വരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നരകത്തെക്കുറിച്ച് ചിന്തിക്കാനും നരകത്തെ ഓർക്കാനും നരകത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ കബറിലുമുണ്ട് ചൂട്. ആ കബറിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന സ്വദഖത ലതുത്ഫിഉ അലാ അഹ്ലിഹാ ഹർറൽ ഖുബൂർ. നരകത്തിൽ ആ കബറിലെ ചൂടിൽ നിന്നുള്ള രക്ഷയാണ് സ്വദഖ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നരകത്തെക്കുറിച്ച് ചിന്തിക്കാനും നരകത്തിന്റെ ഭീകരത മനസ്സിലാക്കാനും കബറിനെ കുറിച്ച് ആലോചിക്കാനും അവിടെ രക്ഷപ്പെടാനും ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കാൻ കൂടി ഇത്തരം സാഹചര്യങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്, നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതേപോലെ തന്നെ മഹ്ശറയിൽ നിൽക്കുന്ന നൃത്തത്തെ ആലോചിക്കേണ്ടതുണ്ട്. അവിടെ നൃത്തം നിൽക്കുന്ന സമയത്ത് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു, അവിടെ ആളുകൾ നിൽക്കുന്നത് വിയർപ്പിൽ മുങ്ങിയിട്ടായിരിക്കും. ചില ആളുകൾക്ക് 1 മൈൽ നീളത്തിലുണ്ടാകും അയാളുടെ വിയർപ്പ്. മറ്റു ചില ആളുകൾക്ക് അയാൾ അതിൽ മുങ്ങിക്കുളിക്കും. അതേപോലെ തന്നെ മറ്റു ചില ആളുകൾ അരവരെ ഉണ്ടാകും. അങ്ങനെ ഓരോ അളവുകളും ഹദീസുകളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിയർപ്പിൽ മുങ്ങി ഒരു ചാണകലെ സൂര്യൻ നിൽക്കുന്ന സമയത്ത് എത്ര വലിയ ചൂടായിരിക്കുമെന്നത് നമ്മൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആ സമയത്തുള്ള ഒരു രക്ഷയെ ഓർക്കാൻ നമുക്ക് കഴിയണം. ആ സമയത്ത് തണൽ കിട്ടുന്ന ആളുകളെ അള്ളാന്റെ റസൂല് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുമോ എന്നൊന്ന് ആലോചിക്കാൻ ഈ സമയത്തെയും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. 7 വിഭാഗങ്ങളെ അള്ളാന്റെ റസൂല് എണ്ണി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സബ്അത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ളില്ല ഇല്ലാ ളില്ലഹു. അള്ളാഹുവിന്റെ തണലല്ലാത്ത മറ്റൊരു തണലും കിട്ടാത്തൊരു ദിവസം, അള്ളാഹിന്റെ തണൽ മാത്രം കിട്ടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം 7 വിഭാഗം ആളുകൾക്കാണ് തണൽ കിട്ടുക. ഏത് കൂട്ടത്തിലാ നമ്മൾ ഉണ്ടാവുക എന്ന് പരിശോധിക്കുക. ഇതിലേത് ക്വാളിറ്റിയാ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട്. ഒന്നാമത് പറഞ്ഞത് ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയെ കുറിച്ച്. രണ്ടാമത് പറഞ്ഞു ശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി, റബ്ബിനെ ആരാധിച്ച് വളർന്ന യുവാവിനെ കുറിച്ച് എടുത്തു പറഞ്ഞു. ഇബാദത്തിലൂടെ യുവത്വം ചെലവഴിച്ച ആളുകളെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയത്. നമ്മൾ ആ കൂട്ടത്തിലുണ്ടോ പരിശോധനയ്ക്ക് വിധേയമാക്കണം. മൂന്നാമത് പറഞ്ഞു വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദി, പള്ളിയുമായി ഹൃദയത്തെ ബന്ധപ്പെടുത്തിയ വ്യക്തി, പള്ളിയുമായി നല്ല അടുത്ത ബന്ധമുള്ള ആള്, അയാൾക്ക് അർശിന്റെ തണലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ തന്നെ നാലാമത് പറഞ്ഞു വറജുലാനി തഹാബാ ഫില്ലാഹി ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, 2 ആളുകൾ അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇഷ്ടപ്പെട്ടവരാണ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ തന്നെ വിട പറഞ്ഞു പോയ ആളുകളാണ്. അത്തരം ആളുകൾക്കും അർശിന്റെ തണലുണ്ട്. പരസ്പരം ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അത്തരം ആളുകൾക്ക് അർശിന്റെ തണൽ കിട്ടുമെന്ന് നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അഞ്ചാമത് പറഞ്ഞത് വറജുലുൻ طلبته امرأة ذات منصب وجمال فقال إني أخاف الله, നല്ല തറവാടിത്തമുള്ള നല്ല ഭംഗിയുള്ള ഒരു പെണ്ണ് വൃത്തികേടിനു വേണ്ടി ക്ഷണിക്കുമ്പോൾ ഇന്നി അഖാഫുല്ലാ, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞാൽ അവർക്ക് അർശിന്റെ തണലുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പരിചയപ്പെടുത്തി തന്നു. ആറാമതായി വറജുലുൻ തസദ്ദഖ അഖ്ഫാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, വലതു കൈ കൊടുക്കുന്നത് ഇടതു കൈ പോലും അറിയാത്ത വിധം രഹസ്യമായി ദാനധർമ്മം നിർവഹിച്ച ആളുകൾക്ക് അർശിന്റെ തണലുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടു. ഏഴാമത് പറഞ്ഞു വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹു, ഒറ്റക്കിരുന്ന് കരഞ്ഞ ആളുകൾ, തന്റെ തിന്മകളെ ഓർത്ത്, താൻ ചെയ്ത അരുതായ്മകളെ ഓർത്ത്, താൻ പ്രവേശിക്കാൻ സാധ്യതയുള്ള നരകത്തീയിനെ ഓർത്ത്, ആ ശിക്ഷകളെ ഓർത്ത്, അള്ളാഹുവിന്റെ ശിക്ഷകളെ ഭയന്ന് ഒറ്റക്കിരുന്ന് കരഞ്ഞ കണ്ണുകളുള്ളവർ, അത്തരം ആളുകള് അവർക്കും അർശിന്റെ തണലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേഗതയിൽ കടന്നുപോയത് ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇതിലേത് കൂട്ടത്തിൽ ഞാനുണ്ട് എന്ന് പരിശോധിക്കാൻ നമുക്ക് കഴിയണം. കാരണം ശക്തമായ ചൂടായിരിക്കും, ഒരു ചാണ് മുകളിലായിരിക്കും സൂര്യൻ. ആ സമയത്തുള്ള ചൂടിനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആ സമയത്തും
തണല് കിട്ടും, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ക്വാളിറ്റികൾ ഉണ്ടാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേതിൽ നമ്മളുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുക. അതേപോലെ തന്നെ ചൂടിന്റെ കേന്ദ്രമായ സൂര്യന്റെ സട്ടാവിനെ നരകം സൃഷ്ടിക്കുക എന്നത് യാതൊരുവിധ പ്രയാസവും ഇല്ലാത്ത കാര്യമാണ് എന്ന് നാം തിരിച്ചറിയണം. ഒരു ഭൂമിയുടെ വലിപ്പവും സൂര്യന്റെ വലിപ്പവും ഒക്കെ താരതമ്യം ചെയ്തപ്പോൾ 13.5 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് സൂര്യനെന്ന് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 103 ഭൂമിയുടെ ആഴമുണ്ട് സൂര്യന് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ അത് എത്രത്തോളം സത്യമുണ്ട് എന്നറിയില്ല. എന്നിരുന്നാലും ഒരുപാട് വലിപ്പമുള്ളതാണ് സൂര്യൻ എന്നും അതുപോലെ തന്നെ ഒരുപാട് നക്ഷത്രങ്ങൾ ഉണ്ട് എന്നുമൊക്കെ പഠിപ്പിക്കപ്പെടുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് അതിനെയൊക്കെ സംവിധാനിച്ച സട്ടാവിനെ നരകത്തെ സൃഷ്ടിക്കാൻ യാതൊരുവിധ പ്രയാസവുമില്ല എന്ന് മനസ്സിലാക്കി ആ നരകത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഏഴാമതായിക്കൊണ്ട് നാം ഉൾക്കൊള്ളേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നരകത്തിന്റെ ശക്തിയെയും നരകത്തിന്റെ ഭീകരതയെയും ഒക്കെ കൃത്യമായി മനസ്സുകളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഇസ്ലാം പഠിപ്പിച്ച നരകം ഭീകരമാണ് എന്നും സഹിക്കാൻ കഴിയാത്തതാണ് എന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. 70 ഇരട്ടി അല്ലെങ്കിൽ 69 ഇരട്ടി ചൂട് ഈ ദുനിയാവിന്റെ ഏറ്റവും ശക്തമായ തീയിനേക്കാളും ചൂടുണ്ട് അവിടെ തീക്ക് എന്ന് ഹദീസുകൾ നമ്മളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നരകത്തിലെ ശിക്ഷകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഏറ്റവും ചെറിയ ശിക്ഷ അബൂ ത്വാലിബിനാണ് കിട്ടുക എന്ന് പറഞ്ഞു. അവിടെ എന്താണ് ശിക്ഷ എന്ന് മനസ്സിലാക്കി തന്നത്? ഒരു ചെരുപ്പ് ധരിക്കുക, തീ കൊണ്ടുള്ള ചെരുപ്പ് ധരിക്കുക. ആ ചെരുപ്പ് ധരിച്ചാൽ തലച്ചോറ് പോലും തിളച്ചു മറിയുന്നതാണ്. ആ ശിക്ഷ കാണുമ്പോൾ ആളുകൾക്ക് തോന്നിപ്പോകും ഏറ്റവും ശക്തമായ ശിക്ഷ അതായിരിക്കുമെന്ന് തോന്നിപ്പോകും വിധമുള്ള അത്രയും കഠോരമായ ശിക്ഷകൾ നരകത്തിലുണ്ട് എന്ന് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഖുർആൻ പറഞ്ഞു, കുൽ നബിയെ പറഞ്ഞു കൊടുക്ക്, നാറു ജഹന്നം അശദ്ദു ഹർറൻ ലൗ കാനൂ യഫ്ഖഹൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് നാറു ജഹന്നം അശദ്ദു ഹർറ, ഏറ്റവും ശക്തമായ ചൂട് നരകത്തിലെ ചൂടാണ് എന്ന്. കല്ലുകളും മനുഷ്യരും മാത്രം കത്തിക്കപ്പെടുന്ന ആ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ചൂടിൽ ഒരു ഗുണപാഠം ആ രീതിയിൽ ചിന്തിക്കാൻ നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കേണ്ടതുണ്ട്. കാരണം തൊലികൾ മാറ്റിക്കൊണ്ടിരിക്കും, ഒരിക്കലും മരണമില്ലാത്ത വിധം ശിക്ഷകൾ ഏറ്റുകൊണ്ടിരിക്കുമെന്ന് ഹദീസുകളും ആയത്തുകളും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. കൊട്ടാര സമാനമായ തീപ്പൊരികൾ നരകത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരാൾക്ക് പോലും ശിക്ഷകൾ ആസ്വദിക്കാൻ വേണ്ടി ഒരാൾ ഇരിക്കാനുള്ള സ്ഥലം ഹദീസുകൾ പരിചയപ്പെടുത്തിയത് മാബൈന മക്ക വൽ മദീന, മക്കയുടെയും മദീനയുടെയും ഇടയിൽ എത്ര സ്ഥലമുണ്ടോ അത്രയും സ്ഥലം ഒരാൾക്ക് ആവശ്യമുണ്ട് എന്ന് ഹദീസുകൾ പരിചയപ്പെടുമ്പോൾ കിലോമീറ്റർ കണക്ക് നോക്കുമ്പോൾ 500-ലധികം കിലോമീറ്ററുകൾ ഉണ്ട് ആ രണ്ട് സ്ഥലങ്ങൾക്കിടയിൽ. എങ്കിൽ അത്രയും സ്ഥലം നരകത്തിൽ ഒരു കുറ്റവാളിക്ക് ആവശ്യമുണ്ട് എന്നും ആ കുറ്റവാളിയുടെ പല്ലിന്റെ വലിപ്പം ഉഹുദ് മലയോളം വലിപ്പമുണ്ടാകുമെന്നും ഒരു തോളിൽ നിന്നും മറ്റൊരു തോളിലേക്ക് എത്തണമെങ്കിൽ 3 ദിവസം യാത്ര ചെയ്യണമെന്നും തൊലിയുടെ കട്ടി 42 മുഴമുണ്ടാകുമെന്നും ഒക്കെ ഹദീസുകൾ കൃത്യമായി നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ ആ നരകത്തെക്കുറിച്ച് ചിന്തിക്കാനും ആ നരകത്തിന്റെ ഭയാനകത മനസ്സിലാക്കാനും ആ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ ഉതകുന്ന ജീവിതത്തെ നയിക്കുവാനും നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന ഓരോ തിന്മയും മരണത്തിന് ശേഷമുള്ള ചൂട് സമ്മാനിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി തിന്മകളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം എല്ലാവരും വരും നരകത്തിന്റെ മുന്നിലേക്ക്, എല്ലാവരും വരും നരകത്തിന്റെ കവാടത്തിലേക്ക് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. എല്ലാവരും ഒരാളൊഴിയാതെ നരകത്തിന്റെ മുന്നിലേക്ക് വരും, എല്ലാവരും വരും. അത് റബ്ബിന്റെ ഉറച്ച തീരുമാനമാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷേ തഖ്വ നേടിയെടുത്ത ആളുകളെ അള്ളാഹു അവിടെ നിന്ന് രക്ഷപ്പെടുത്തും. ഏതാ തഖ്വ? റമളാനിൽ നമ്മൾ നേടിയെടുത്ത തഖ്വ. ലഅല്ലക്കും തത്തഖൂൻ, നോമ്പ് നിർബന്ധമാക്കിയത് എന്തിനാ? തഖ്വ നേടിയെടുക്കാനാ. അത് നേടിയെടുത്തിട്ടുണ്ട് എങ്കിൽ ആ സ്ഥലത്തു നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയും. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് തഖ്വയുള്ള ആളുകളിൽ നിന്നാണ് അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുന്നത്. വിജയമുള്ളത് തഖ്വയുള്ള ആളുകൾക്കാണ് എന്നൊക്കെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള തഖ്വയുള്ള ആളുകളെ ആ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തും. വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ.
കുറ്റവാളികളായ ആളുകളെ ശക്തമായി മുട്ടുകുത്തിയ നിലയിൽ, തലകുത്തിയ നിലയിൽ ആളുകളെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, ആ നരക ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മുടെ ഈ സമയത്തുള്ള ചൂടിനെ ചിന്തിക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇവിടെ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുന്നു. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ AC വെക്കാൻ കഴിയുമോ അത് വെക്കുന്നു, കൂളർ വെക്കാൻ കഴിയോ അതല്ലെങ്കിൽ ഫാന്, എന്തു സംവിധാനമാണോ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് അതൊക്കെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. യാതൊരുവിധ തടസ്സവുമില്ല. പക്ഷേ ഈ ഖബറിലെ ചൂടിൽ നിന്ന്, മഹ്ശറയിലെ ചൂടിൽ നിന്ന്, നരകത്തിന്റെ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ എന്തു വേണമെന്ന് ചോദിച്ചാൽ രണ്ടു കാര്യങ്ങളാ. ഒന്ന്, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കലാണ്. രണ്ട്, പൂർണ്ണമായും തിന്മകളിൽ നിന്നും മാറി നിൽക്കലാണ്. അത് ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഓരോ നന്മയും അവിടെയുള്ള ചൂടിൽ നിന്നുള്ള രക്ഷയാണ്. ഞാൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഓരോ തിന്മയും അവിടെ ചൂട് ലഭിക്കാൻ കാരണമാകുമെന്ന ചിന്ത മനസ്സുകളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അവസാനമായിക്കൊണ്ട് നന്മകൾക്ക് തടസ്സമായിക്കൊണ്ട് ചൂടിനെ പറയാൻ പാടില്ല. പലപ്പോഴും പല ആളുകളും നന്മകൾ ചെയ്യാൻ, നമസ്കരിക്കാൻ വരാൻ, അതേപോലെ തന്നെ മറ്റു പല നന്മകൾക്കും തടസ്സമായി ആളുകൾ പറയാറുള്ളത് ചൂടുമായി ബന്ധപ്പെട്ടതാണ്. ചരിത്രം പഠിക്കുമ്പോൾ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് മുനാഫിക്കുകളായ ആളുകൾ, കപട വിശ്വാസികളായ ആളുകൾ ആ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ അവർ പറഞ്ഞ കാരണം ചൂടാണ് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകളുടെ കൂട്ടത്തിൽ പെടാതെ അതിനെയൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. വിശുദ്ധ ഖുർആനിൽ 9-ാമത്തെ അധ്യായം 81-82 ആയത്തുകൾ അത് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ നിലക്കുമുള്ള ഒരിക്കലും അവസാനിക്കാത്ത ശക്തമായ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നേടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. വിശ്വാസത്തെ സുരക്ഷിതമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിൽ അപകടം വരാതെ നോക്കേണ്ടതുണ്ട്. സുജൂദുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഖുർആനിന്റെ പാരായണങ്ങൾ, അതേപോലെ തന്നെ അതിന്റെ പഠനത്തിന് സമയം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം. സ്വതക്കകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ ഒരുപാട് നന്മകൾ ജീവിതത്തിൽ നിർവഹിച്ച് നന്മകൾക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ജീവിതത്തിന്റെ ലക്ഷ്യം എന്നത് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് സ്വർഗമെന്ന വലിയ ലക്ഷ്യമാണ് എന്ന് മറക്കാതെ ഏറ്റവും നല്ല നിലയ്ക്ക് ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഏറ്റവും നല്ല ജീവിതം നയിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, അടുത്ത വെള്ളിയാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ വോട്ട് ചെയ്യാനുള്ള അവസരമുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഒന്ന്, അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് ഖുതുബ കുറച്ച് നേരത്തെ, ഖുതുബ കൃത്യസമയത്തായിരിക്കും തുടങ്ങുക. കുറച്ച് നേരത്തെ ഖുതുബ അവസാനിപ്പിക്കും. അതുകൊണ്ട് തന്നെ ആളുകൾ നേരത്തെ എത്താൻ ശ്രമിക്കണം. എല്ലാ ആഴ്ചയിലും സൂചിപ്പിക്കുന്നത് പോലെ ഇമാമ മിമ്പറിൽ കയറിയാൽ മലക്കുകൾ കിതാബ് പൂട്ടിവെക്കും എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അടുത്ത ആഴ്ച മാത്രമല്ല, എല്ലാ ആഴ്ചകളിലും ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലേക്ക് എത്താൻ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് ഒന്ന് വ്യവസ്ഥപ്പെടുത്തിയാൽ നമ്മുടെ ജോലിയും നമ്മുടെ പഠനവും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നേരത്തെ ഖുതുബക്ക് എത്താനും അതേപോലെ തന്നെ ആ ഖുതുബയുടെ പൂർണ്ണമായ പ്രതിഫലം നേടിയെടുക്കാനും നമുക്ക് കഴിയും എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അടുത്ത ആഴ്ച കുറച്ച് നേരത്തെ ഖുതുബ തീരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ വോട്ടുമായി ബന്ധപ്പെട്ട് നമ്മളറിയാം, ഒന്ന്, നമ്മൾ വോട്ട് ചെയ്യണം. രണ്ട്, നമ്മുടെ കുടുംബത്തിലെ ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കണം. ആർക്കെതിരെ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ ഫാസിസത്തിനെതിരെ, നമ്മുടെ നാട്ടിലെ എല്ലാവിധ തിന്മകൾക്കുമെതിരെ നമ്മൾ ഈ ഒരു വോട്ടിലൂടെ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് അത്. ഒരാൾ ഒന്ന് ചെയ്തു, അങ്ങനെ 10,000 ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ 10,000 വോട്ടുകളാണ് മാറിപ്പോകുന്നത് എന്ന് മനസ്സിലാക്കി നമുക്ക് ചെയ്യാനുള്ളതെന്തോ അത് കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും സമയം കണ്ടെത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഒരു ഭരണകൂടം, ഇപ്പോഴുള്ള ഭരണകൂടം ഇനി അടുത്തൊരു ഇലക്ഷനോടുകൂടി ഏക സിവിൽ കോഡ്
ഉറപ്പായും കൊണ്ടുവരുമെന്നും അതിനു വേണ്ടിയിട്ടുള്ള പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 407 സീറ്റുകളായാൽ അതിനനുസരിച്ച് കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നൊക്കെ അതുമായി ബന്ധപ്പെട്ട മെസ്സേജുകളിലും കാര്യങ്ങളിലും അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പണികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാൽ നമുക്ക് നിർവഹിക്കാനുള്ളത് ഇതാണ്. ഇത് കൃത്യമായി ഏറ്റവും നല്ല നിലക്ക് അതിനെതിരെ ശക്തമായ നിലക്ക് നമ്മൾ വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതിൽ ചില ക്രമീകരണങ്ങൾ, കാരണം വെള്ളിയാഴ്ചയിലാണ് വോട്ട്, പലപ്പോഴും വലിയ ചർച്ച അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് തീരുമാനിച്ച അന്നു മുതൽ നേതൃത്വത്തിലുള്ള ഒരുപാട് ആളുകൾ ചർച്ച ചെയ്തു, അത് ഒഴിവാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തി, പക്ഷെ ഒഴിവായിട്ടില്ല. ഇനി വെള്ളിയാഴ്ച തന്നെയാണ് വോട്ട്. ഇനി അത് ചർച്ച ചെയ്താൽ മാറിപ്പോവുകയില്ല. അതുകൊണ്ട് തന്നെ ഇനി ആ വെള്ളിയാഴ്ചക്ക് നമ്മൾ കൃത്യമായി ക്രമീകരണങ്ങൾ വരുത്തുക എന്നതാണ് പരിഹാരമുള്ളത്. കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത് രാവിലെ തന്നെ ആദ്യത്തിൽ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി പ്രവേശിക്കുക. ജുമാഅക്ക് മുമ്പ് തന്നെ വോട്ട് ചെയ്ത് വരാൻ ശ്രമിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജുമാഅ നിർബന്ധമല്ല. അത്തരം ആളുകൾക്ക് ആ സമയത്ത് ജുമാഅ നടക്കുന്ന സമയത്ത് വോട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ, ആ സമയത്ത് പോകാൻ കഴിയുമെങ്കിൽ അങ്ങനെ പോകാനും പരിശ്രമിക്കേണ്ടതുണ്ട്. ഇനി ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇളവുകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ജംഅുണ്ട്. ഇനി ഖസ്റിന് അനുവാദമുള്ള യാത്രയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഖസ്ർ നിർവഹിക്കാൻ കഴിയും. യാത്രക്കാരാണെങ്കിൽ അവർക്ക് ജുമാഅ നിർബന്ധമില്ല. അങ്ങനെ ഒരുപാട് ഇളവുകളും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് അവർക്കും വലിയൊരു ടെൻഷൻ ആ ഒരു വെള്ളിയാഴ്ച ആയി എന്നതിൻ്റെ പേരിൽ ഉണ്ടാവേണ്ടതില്ല. പല നിലക്കും ദുനിയാവിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഇത് ഒരു പരീക്ഷണമായി മാത്രം നമ്മൾ എടുക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അന്നൊരു യാത്ര, അതേപോലെ തന്നെ അന്നത്തെ ജോലി തിരക്കുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതൊരു ഉത്തരവാദിത്വമാണ് എന്നും ഇതിനപ്പുറത്ത് ഒരുപാട് ചർച്ചകൾ വോട്ട് ചെയ്തിട്ട് എന്താണ് കാര്യം, അതേപോലെ തന്നെ ഇവിടെ നടക്കുന്ന അധാർമിക പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഏതാനും ചില ആളുകളുണ്ട്. പക്ഷേ അത്തരം ആളുകളോടും പറയാനുള്ളത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഏതൊരു വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിലും അങ്ങനെ തന്നെ നിർവഹിക്കണമെന്നാണ് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്. അതേപോലെ തന്നെ ഏറ്റവും വലിയ ആയുധം എന്നത് പ്രാർത്ഥനയാണ്. അത് മറന്നു പോകാൻ പാടില്ല. ആ ഒരു വോട്ട് എന്ന് പറയുന്നതും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇടപെടുമ്പോഴൊക്കെ വളരെ ആത്മാർത്ഥമായ പ്രാർത്ഥന നിർവഹിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന നമുക്ക് കാണാം. റബ്ബന ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ വനജ്ജിനാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുവേ, അക്രമികളായ ആളുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നും അതേപോലെ തന്നെ അവർക്ക് ഞങ്ങൾക്കിടെ മേൽ ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുതേ എന്നും നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നൊക്കെ തുടങ്ങിയ പ്രാർത്ഥനകൾ. അതേപോലെ തന്നെ ദാവൂദ് നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട ചരിത്രം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ വിശദീകരിക്കുമ്പോൾ അവിടെയും പ്രാർത്ഥന എടുത്തു കൊടുക്കുന്നുണ്ട്. ത്വാലൂത്ത് എന്ന നേതാവിന്റെ നേതൃത്വത്തിൽ ദാവൂദ് എന്ന ചെറുപ്പക്കാരന്റെ കൂടെ ശത്രുക്കൾക്കെതിരെ ജാലൂത്ത് എന്ന സൈന്യത്തിനെതിരെ ശക്തമായ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ അവർ നടത്തുന്ന പ്രാർത്ഥന ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ അഫ്രിഗ അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമന വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഇത് നമ്മുടെ പ്രാർത്ഥനകളിൽ കടന്നു വരേണ്ടതുണ്ട്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഫ്രിഗ അലൈനാ സബ്റൻ, ഞങ്ങൾക്ക് ക്ഷമ ചൊരിഞ്ഞു തരണേ. വസബ്ബിത് അഖ്ദാമന, ഞങ്ങളുടെ കാലുകൾ ഉറപ്പിച്ചു നിർത്തണേ. വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, അവിശ്വാസികൾക്കെതിരെ ഞങ്ങളെ വിജയിപ്പിക്കണേ എന്ന് അർത്ഥങ്ങൾ വരുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ പല നിലക്കും പരീക്ഷണങ്ങൾ ഉണ്ടാകും. പരീക്ഷണം എന്നത് പരീക്ഷണമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഖുർആൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, അഹസിബന്നാസു അൻ യുത്റകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവർ കേവലം ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഫിത്നകളിൽ നിന്ന്, കുഴപ്പങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ള ആളുകളെയും പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഫയഅലമന്നല്ലാഹുല്ലദീന സ്വദഖു വലയഅലമന്നൽ കാദിബീൻ. ആരാണ് സത്യം പറയുന്നവരെന്നും ആരാണ് കള്ളം പറയുന്നവരെന്നും ഒക്കെ അള്ളാഹുവിന് കൃത്യമായി അറിയാം. ഇത് കൃത്യമായ അസ്ല, ഇത് അടിസ്ഥാനപരമായ കാര്യമാണ്. ഇത് മനസ്സിൽ നിലനിർത്തുവാൻ നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട്. ഏറ്റവും വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായതാരാ? അശദ്ദുന്നാസു ബലാഉൽ അംബിയാ. അമ്പിയാക്കന്മാർ, പ്രവാചകന്മാരാണ് ഏറ്റവും വലിയ പ്രയാസങ്ങൾക്ക്, ഏറ്റവും വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ളത്. സുമ്മ സ്വാലിഹൂൻ സുമ്മൽ അംസലു ഫൽ അംസൽ. പിന്നെ നല്ല ആളുകൾ, പിന്നെ അതേപോലെയുള്ള നല്ല ആളുകളെയാണ് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകാം. എത്രത്തോളം പരീക്ഷണങ്ങളുടെ കാഠിന്യം വന്നു എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ രണ്ടായി ഭാഗിക്കുന്നതുവരെ
കടന്നു വന്നിട്ടുണ്ട് എന്നും അതേപോലെ തന്നെ പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും ചരിത്രം എത്രയെത്ര പരീക്ഷണങ്ങളിലൂടെയാണ് അവരൊക്കെ കടന്നുപോയത് എന്നുമൊക്കെ ആലോചിക്കുമ്പോൾ അവർ പോയ സ്വർഗമാണ് നമ്മളും ആഗ്രഹിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരീക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഏത് രംഗത്തും കുടുംബ രംഗത്തിലാണെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും നാട്ടിലെ ജീവിതവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അങ്ങനെ ഏതു വിഷയത്തിലാണെങ്കിലും അതൊക്കെ ഒരു പരീക്ഷണമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആളുകളെ മരിപ്പിച്ചുകൊണ്ട്, അതേപോലെ തന്നെ സന്താനങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, കച്ചവടത്തിൽ നാശമുണ്ടാക്കിക്കൊണ്ട്, കുറവുണ്ടാക്കിക്കൊണ്ട്, അങ്ങനെ പല നിലക്കും പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പരീക്ഷണങ്ങളെ പരീക്ഷണങ്ങളാക്കി മനസ്സിലാക്കാനും അതിൽ ക്ഷമിക്കാനും അതിൽ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അത് ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രത്തോളം പ്രയാസങ്ങൾ ഉണ്ടായാലും അതിന് മനസ്സിലാക്കാനും അതിൽ ക്ഷമിക്കാനും അതിലേറ്റവും ഖൈറ് അവസാനം നൽകുവാനും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം. റഹ്മാനായ തമ്പുരാനെ, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണം. റഹ്മാനെ, ഒരുപാട് ആളുകൾ രോഗികളാ, പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് നൽകിയ ആളുകൾ, ഇന്ന് പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ, പള്ളിയിൽ വരാൻ കഴിയാത്ത ആളുകൾ, അല്ലാഹുവേ എല്ലാവരുടെയും രോഗങ്ങൾ നീ എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ, ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബക്കാർ, സഹപ്രവർത്തകർ, അല്ലാഹുവേ എല്ലാവരുടെയും ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണം. റഹ്മാനായ തമ്പുരാനെ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ കഴിഞ്ഞ ആഴ്ചകളിൽ മരണപ്പെട്ടു പോയ മജീച്ച, അല്ലാഹു എല്ലാ നിലക്കും അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഈ ലോകത്ത് നമ്മുടെ പറഞ്ഞു, ഏറ്റവും അടുത്ത ബന്ധമുള്ളവർ, അകലെ ബന്ധമുള്ള ആളുകൾ, അല്ലാഹു എല്ലാവരുടെയും ഖബറിടങ്ങൾ വിശാലമാക്കി അവരെയും നമ്മളെയും അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا وسائر أعمالنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.